അമ്മി ഇപ്പൊ പോട്ടെ. ശരി എന്നാ. അപ്പം എന്നാ നോക്കുന്നേ? വായി നോക്കുന്ന. ഈ ഒരു വ്യൂവിൽ നമുക്ക് ബ്രഷ് ചെയ്യാം ഗൈസ്. ഫേസ് ക്രീം, സൺസ്ക്രീൻ, എല്ലാം സ്ക്രീനും സംഭവങ്ങളുണ്ട്. നമുക്ക് ഈ വ്യൂവിലിരുന്ന് ബ്രഷ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി വെൽക്കം ടു ഹൈദരാബാദ് എത്തിയിരിക്കുന്നു ഗൈസ്. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിലെത്തിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല ഗൈസ്. കുറച്ച് ചിക്കൻഡികൾ വരുന്നുണ്ട് ഗൈസ്. അലർട്ടായിരുന്നോളാം ഗൈസ്. മബൂറൊക്കെ മോനെ മാസം ഉള്ള അടിപൊളി. ഗൈസ് നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ പാപ്പ പറ. ബാഗ് പേടിക്കല്ല, എൻ്റെ അടുത്ത് ഉണ്ടാവും. അല്ല എൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ഒരു ചെറിയ ബാഗല്ലേ സേഫാണ്. ഡോണ്ട് വെറി. ഉപദേശം ഗൈസ്, ഉപദേശം ഒക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കുറച്ച് മിനിറ്റിനുള്ളിൽ നമ്മളെത്തും. നമ്മൾ കാർ എടുത്തില്ല, പ്രാവശ്യം ബൈക്കാണ് ചൂസ് ചെയ്തത് ഗൈസ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ആർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എല്ലാം ആവശ്യമുണ്ടോ? വേണോ ഗൈസ്? നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാം. പാപ്പാ ഒരു മിനിറ്റ്, ഹെൽമെറ്റ്. 2 പ്ലാറ്റ്ഫോം ടിക്കറ്റ് എങ്ങനെ? ഓക്കെ, ഓ സോറി താങ്ക് യു ഓർമ്മിപ്പിച്ചേ. ക്യാമറ ഉള്ളതുകൊണ്ട് മറന്നുപോയി. ബാലൻസ് എടുക്കാനും വിട്ടുപോയി. കോപ്പ്. ഒടുവിൽ നമ്മളെ ഡാഡി മമ്മി വരുന്നുണ്ട് ഗൈസ്. നമ്മളെ ഡാഡി മമ്മി. ആ ചിരി കണ്ടാ, ആ യൂട്യൂബൊക്കെ ചെയ്യുന്ന ഡാഡി. പക്ഷെ എന്താ, യൂട്യൂബ് കണ്ടാൽ എല്ലാ ഫിയർ. നാട്ടുകാർ കാണുമ്പോൾ പപ്പക്ക് ധൈര്യമില്ല അല്ലേ ഒന്നും പറയാനില്ലേ? എനിക്ക് യൂട്യൂബറാന്ന്. ജിമ്മിൻ്റെ എല്ലാം വീഡിയോ ചെയ്യുന്ന ആളല്ലേ ഞാൻ. നിങ്ങളെ ഫാനാണ്. 2 വാക്ക് പറയോ? പപ്പക്കൊന്നും മിണ്ടാകുന്നില്ല ഈ നിമിഷത്തിൽ. പപ്പക്കൊന്നും മിണ്ടാകുന്നില്ല. നമുക്ക് പ്ലാറ്റ്ഫോം 3ലേക്ക് പോകാം. വരൂ. യെസ്, എടുത്തു. അമ്മയ്ക്ക് അതിലാഗ്രഹം പോകാൻ. മമ്മി നിങ്ങൾക്ക് അതിലാഗ്രഹം? അണ്ടർഗ്രൗണ്ട് പോകാൻ എന്താ ഇത്ര ആഗ്രഹം? ലിഫ്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്നേ? ലിഫ്റ്റില്ല. ആ എന്നാൽ അണ്ടർഗ്രൗണ്ട് പോവാം. അണ്ടർഗ്രൗണ്ട് വീടിയൊന്നല്ല സംഭവം. ആ തന്നെ അല്ലേ? കറക്റ്റ്, എനിക്ക് തെറ്റിയില്ല. ഈ ഉമ്മമാർ ഓരോ ആഗ്രഹം പറഞ്ഞാലേ ചെയ്തു കൊടുക്കണം. അത് സത്യ. നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ പോ. വലിയ കാര്യം. അണ്ടർഗ്രൗണ്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത്. വലിയ സംഭവം. നടന്നോ. ഫുഡെല്ലാം എടുത്തിന്. ഉപദേശം തുടങ്ങിയ എന്നിട്ട് ട്രെയിൻ വിട്ടിട്ടില്ല. ഇനി ട്രെയിൻ വിളിച്ചാൽ ഒരു 10-200 മിസ് കോൾ വേണേ. ഓക്കെ, വിടാനെടുത്തു. ഒന്നും പറയാനില്ലേ ഈ നിമിഷത്തിൽ? എന്താണ് ഉള്ളിൽ ഇൻസെക്യൂരിറ്റി വന്നു പോയാ? ഫാദറിൻ്റെ ഫുൾ ഇൻസെക്യൂരിറ്റി ആണല്ലേ മമ്മി? ഒന്നും മിണ്ടുന്നില്ല അല്ലേ? ഇങ്ങനെ നടന്നാൽ മതിയാ? വ്ളോഗെല്ലാം ചെയ്യേണ്ട ആളാണ് അല്ലേ അമ്മേ? വ്ളോഗ് ചെയ്യേണ്ട ആളാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതാ നിങ്ങൾ അണ്ടർഗ്രൗണ്ട്. വലിയ സംഭവമല്ലേ? ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ ഫുൾ നാറ്റാണ്. അതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. തണുപ്പ് പിടിച്ചോണ്ടൊന്നും വിചാരിക്കാതിരിക്കും. നാറ്റം കൊണ്ട് സഹിക്കാൻ കഴിയില്ല. അങ്ങോട്ട് ഒരു സാധനം എടുത്തില്ല എന്ന് പറയുമ്പോൾ മൂഡ് മാറിക്കോളും. അതിന് മമ്മി ബെസ്റ്റാ അല്ലേ? ഒരു ഇതുമില്ല നിങ്ങൾക്ക്. ആ ഒന്നാമത്തെ ലിസ്റ്റ്. രണ്ടാമത്തെ ലിസ്റ്റ്. ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കണം. പിന്നെ വേറെ നിൽക്കണ്ട കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ. 3 കാര്യം ചെയ്യണ്ടോ? നാലാമത്തെ 5ാമത്തെ എന്താ? ഇതിനെന്തിക്കണ്ട പിന്നെന്തിക്കണ്ട കഴിഞ്ഞ. എത്ര വയസ്സായി പറ എത്ര വയസ്സായി? എനിക്ക് എത്ര വയസ്സായി? നിങ്ങളല്ലേ പ്രസവിച്ച? വേറെ ആരൊന്നല്ല. 10. ശരി, നിങ്ങൾ 10 വയസ്സ് പറഞ്ഞോ? ഞാനെന്തായാലും വയസ്സ് വെളിപ്പെടുത്തുന്നില്ല. ഇത്രയും വയസ്സായിട്ട് ഇതിനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾ തന്നിട്ടില്ല. നിങ്ങളുടെ പ്രശ്നം. എന്നാൽ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അത് എൻ്റെ പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിനുള്ളൊരു പ്രായമായി. അത് മനസ്സിലാക്കാൻ പഠിക്കും. കുറച്ചൊരു വിവരം വേണം. എന്ത് നമ്മളും പാരൻസോ? ഇപ്പോൾ പറയൂടെ നമ്മളും പാരൻസോ അല്ലേ? ഇതല്ലേ നിങ്ങൾ പറയാ? പപ്പക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
അല്ല മമ്മി കുറേ ലിസ്റ്റ് ഇട്ട്. ഇനി നിങ്ങളെന്തെങ്കിലും ലിസ്റ്റ് ഉണ്ടോ? മമ്മി കുറേ ലിസ്റ്റ് ഇട്ട്. മമ്മി പറഞ്ഞ് ഇത് ചെയ്യണം, അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലിസ്റ്റ് ഉണ്ടോ? എന്നും പറയില്ലേ? അതെന്താ അധോഗതിയായ വേണ്ട? മമ്മീൻ്റെ ലിസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താ മമ്മി ഓരോന്ന് പറ. ട്രെയിന് ചാടരുത്, അല്ല എന്തേലും ചാടരുതല്ലേ, എൻ്റെ ട്രെയിനിൻ്റെ ആടെ നിൽക്കരുത്, പുറത്തൊന്നും മേടിക്കരുത്, ഇങ്ങനെ അങ്ങനെ. ഞാൻ ചെറിയ കുട്ടിയാന്നല്ല ഇതെല്ലാം കേട്ടിക്കാൻ. അല്ല തുടങ്ങി എന്ത് ചോദിച്ചാലും പൈസ പൈസ എല്ലാം അറിയണം കേട്ടാ. എന്ത് പൈസ എന്തിതെല്ലാം പപ്പക്ക് അറിയണം. ഇതാണ് പപ്പൻ്റെ ഹോബി. എന്ത് ഏത് അറിഞ്ഞുകൊണ്ടിരിക്കണം. നമുക്കൊരു ട്രെയിൻ വരുന്നുണ്ടല്ലേ? നമ്മുടെ ട്രെയിനാണോ മമ്മി? അല്ലല്ലോ, അല്ല. നമ്മുടെ ട്രെയിൻ എത്ര മണിക്കാ? നമ്മുടെ ട്രെയിനിൻ്റെ പേരെന്നാ? എന്താന്ന് പപ്പക്കൊരു നോട്ടോ? എന്ത്? അല്ല നിങ്ങൾ അറിയാന്നല്ലോ പറഞ്ഞേ. നേരത്തെ നിങ്ങൾ അറിയാന്നെല്ലാം പറഞ്ഞേ. എന്തെന്താ ഇപ്പം എന്തൊന്നും പറയാനില്ലേ? ചെവിടെ അടിച്ചാ ഒന്നല്ല പപ്പ, ഇത് ഗുഡ്സ് ആണ്. എന്താണ് പപ്പൻ്റെ പ്രശ്നം? പപ്പയ്ക്ക് ഇങ്ങനെ ട്രെയിൻ വരുന്നതിന് മുന്നേ ടെൻഷൻ തുടങ്ങും. ഇതാണ് നമ്മളെ പപ്പൻ്റെയും മമ്മീൻ്റെ എല്ലാം പ്രശ്നം. ട്രെയിൻ വരുന്നതിന് മുന്നേ ടെൻഷൻ തുടങ്ങി അല്ലേ? അല്ലേ? 3 ദിവസം കാണൂല. എന്ത് തോന്നുന്നു? സമാധാനമായ വീട്ടിൽ എന്താ പറയാ, ഇതില്ല, ഒച്ചപ്പാടില്ല. അപ്പൊ എന്ത് തോന്നും? എൻ്റെ ശല്യം കുറഞ്ഞില്ലേ? ചിരിക്കുന്ന സമാധാനായി പറ. സങ്കടായി ഇതിനെല്ലാം നീ മോശം. ഞാനത് ഭയങ്കര ഹാപ്പിയാ. 4 ദിവസം വീട്ടിലിരിക്കണ്ട. പപ്പക്കൊന്നും പറയാനില്ലേ? 4 ദിവസത്തേക്ക് നെഗറ്റിവിറ്റി ഇല്ലേ? എഡിറ്റെല്ലാം ചെയ്യുന്നുണ്ടാ? നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഇതെല്ലാം ഇതിൽ കാണിക്കേ. ഇപ്പൊ ഇവിടെ സൈലന്റ് ആയി നിൽക്കുന്നു. ഗൈസ് നമ്മളെ ട്രെയിൻ എത്തി. ഗൈസ് നമ്മളെ ട്രെയിൻ എത്തി. നമ്മളെത്തി. വണ്ടി ഇതാ മമ്മി, വണ്ടി എത്തി. നമ്മളെ വണ്ടി എത്തി ഗൈസ്. കൊച്ചു കൊച്ചു തീവണ്ടി വരുന്നുണ്ട്. വരട്ടെ 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 പോരട്ടെ. പപ്പോ വന്നു 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 വന്നു. ഓ ഈ ട്രെയിനാ? സംഭവം പൊളി, സംഭവം പൊളിയാണ്. എവിടെ പോന്ന്? ഇടുക്ക് എവിടെ പോന്ന്? നമ്മളെ സംഭവം വരുന്നുണ്ട് ഗായ്സ്. വരുന്നുണ്ട്. നമ്മളെ കോച്ച് നിങ്ങളെടി പറന്ന് ഓടുന്നത്. എൻ്റെ കോച്ച് ഈടല്ലേ വരുന്നത്, പിന്നെ എടി ഇങ്ങനെ ഓടുന്നത് രണ്ടും ജനറലിലേക്കല്ല പോകുന്നത്. നമ്മൾ AC കോച്ചിലാണ് പോകേണ്ടത്. നമ്മളിന്ന് തണുപ്പിലൂടെ പോകും. എന്താ B1 ഗൈസ്, ഇതാ നമ്മളെ കോച്ച് ഗൈസ്. നമ്മളെ സംഭവം അല്ലാണ്ട് കടന്നു പോകുന്നല്ല. അതാ അതിലെടുക്കാം. യെസ് യെസ്. ഇല്ല ഗൈസ്, എല്ലാം ഉറക്കത്തിലാന്ന് തോന്നുന്നു. നമ്മുടെ സീറ്റ് നമ്പർ 11. ട്രെയിൻ വിട്ടിട്ടില്ല മമ്മി, തമാശ കളിക്കല്ല. ട്രെയിൻ വിട്ടിട്ടില്ല. ട്രെയിൻ വിടാണ്ട് പിന്നെ എങ്ങനെ ഇതാവും? ട്രെയിൻ വിട്ടാടുന്ന സൗണ്ട് എടുക്കൂലേ? സൗണ്ട് ഇട്ടാലല്ലേ വിടൂ? വെല്ലടിക്കൂലേ? നിങ്ങൾ ഇത്രയും കാലം ട്രെയിൻ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് അറിയില്ല? നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ല. നാടിന് അടിച്ചാൽ കയറിയാൽ പോലെ. ഇത് നാദില്ല ട്രെയിനിൽ പോകുന്നത്. നമുക്ക് ട്രെയിനിൽ പോവാം. വെയിറ്റ് ഇല്ല, സൂക്ഷിക്കൂല. കണ്ടിട്ടില്ല നേരത്താടാ. എന്താണോ അമ്മി? അപ്പം പോട്ടെ. ശരി എന്നാ. അപ്പം എന്താ നോക്കുന്നേ? വായി നോക്കുന്ന? അതാ തുടങ്ങി. ഞാൻ ഇങ്ങനെ വിളിക്കാം. വിട്ടിട്ടൊന്നും ഇതന്നെ കിടക്കും. അതുകൊണ്ട്
ആ വൈഫൈ അല്ലേ നമ്മളെ വകയല്ലേ റെയിൽവേ വൈഫൈ കൊടുക്കാൻ. ഈടെ റെയിൽവേ സ്റ്റേഷനിൽ വൈഫൈ ഉണ്ടോ? ട്രെയിൻ വിട്ടു. ഓ പിന്നെ ആ ആ ആ പേടി തുടങ്ങി. മോനെ അച്ചോടാ. ബൈ ഗൈസ്. സംഭവം നമ്മളെ വിട്ടിട്ടുണ്ട് ഗൈസ്. ട്രെയിൻ വിട്ടു ഗൈസ്. അപ്പം ഇനി നേരെ കച്ചഗുഡ യാത്രകളിലേക്കാണ്. കച്ചഗുഡ യാത്ര നമ്മളിനി ഫുള്ളും കച്ചഗുഡ സംഭവങ്ങളായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒരു ദിവസം ട്രെയിനിലിരുന്ന് മൂഷിക്കും. ആ ഒരു സംഭവമുള്ളൂ. വേറെ സംഭവം ഒരു ദിവസം ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കണം. വേറെ ഇതിന് മൂഷിക്കും. വേറെ സീനിൽ എ സി അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളെല്ലാം വൈബാക്കാൻ സിനിമ കാണാം. ഇപ്പം പണ്ടാരം കിടന്ന് ഉറങ്ങണം. സീറ്റില്ല, അതാ കാണാം. എല്ലാം കിടന്ന് ഉറങ്ങി. മാമന്മാരല്ലേ വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും പപ്പ क्या टिकट चेकर हो गया? हाँ वो कर लेना. मेरा नाम क्या? നമ്മളെ സീറ്റ് ഇതാണ്. ആൻഡ് ഓൾസോ താഴെ ഇരിക്കണം. ഇതിൻ്റെ വേറെ അവസ്ഥയില്ല. ഇത്രയേ ഉള്ളൂ. യെസ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ദിസ് ഇസ് ദ ഏരിയ. ഓക്കെ. അപ്പം ഈ ഒരു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിരിക്കണം. എ സി വരുന്നുണ്ട്. പൈസ കൊടുത്തൊരു മുതലുണ്ടാണ്. എല്ലാവരും നമ്മൾ മലയാളീസ് അങ്ങനെയാണ്. പൈസ കൊടുത്തൊരു മുതലുണ്ടാണ്. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇനി കടക്കാൻ വേറെന്നാണ്. ഇതാ നമ്മുടെ സെറ്റപ്പ്. ഈ സെറ്റപ്പിലിരുന്ന് ഫുഡ് റെഡിയാക്കി അങ്ങനെ കടന്നു. ഇനി പിന്നെന്താ പരിപാടി വെച്ചാൽ ആ പരിപാടി നിന്നെ എങ്ങനെയെങ്കിലും സമയം കളയണം. ഒരു ദിവസം ഇതിനുള്ളിൽ ഇങ്ങനെ കിടക്കണം. ഒറ്റക്ക് ആരുമില്ല. അപ്പോൾ ഒന്ന് കൂടുതലെല്ലാം വേറെ ടീംസാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇവരായിട്ട് പരിചയപ്പെടണം. വേറെ സംഭവം നോക്കാം. ഹിന്ദി അതേമാതിരിയൊക്കെ അറിയില്ല. ഇടയ്ക്ക് ഇതാ പണ്ടേ മമ്മി പറയുന്നത് ഹിന്ദിയുള്ള സമയം പഠിച്ചില്ലെങ്കിൽ ഇവരായിട്ട് ഇപ്പം മുട്ടി കമ്പനിയൊക്കെയാണ്. എന്തായാലും നോക്കാൻ പറ്റും. സംഭവം സെറ്റാക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് സംഭവം. ഇനി ഒന്ന് ബ്രഷ് ആവണം. ആൾക്കാരൊക്കെ ഉണ്ട്. ആൻഡ് ഈ എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയാവാം. ഇനിങ്ങനെ വെറുതെ ഇരിക്കണം. എന്നാലും നമുക്ക് ബ്രഷ് ചെയ്യാം. ഓക്കെ. ഏത് പണ്ടാര സ്റ്റേഷനിലാണ് നിർത്തിയിട്ടുള്ളതെന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പം കർണാടക കഴിഞ്ഞിട്ടുണ്ടാവും. കർണാടക ഗൈസ് എന്തായാലും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഏതെങ്കിലും ആയിട്ട് തമിഴ്നാട് കഴിഞ്ഞ് ഏതോ ഒരു സ്ഥലത്തേക്കുള്ള. അപ്പോൾ ഏതാണെന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. അത് പറയേണ്ട അവസ്ഥയിലൊന്നല്ല. ഓക്കെ. അപ്പോൾ വണ്ടി ഏതോ പകുതിക്ക് വെച്ച് നിർത്തുന്നു. താഴെ ഇറങ്ങി ഏതെങ്കിലും വീട്ടിൽ കയറി എന്നാലും ആലോചിക്കാം. അപ്പോൾ ഇനി ബ്രഷാക്കാം. ഏതോ ഒരു ഗ്രാമപ്രദേശം സംഭവം. നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. നല്ല തന്നെ വ്യൂ. ബ്രഷ് ചെയ്യാം ഗൈസ്. നമുക്കിനി ബ്രഷ് ചെയ്യാം. ഈ ഒരു വ്യൂവിൽ നമുക്കിനി ബ്രഷ് ചെയ്യാം ഗൈസ്. ഫേസ് ക്രീം, സൺസ്ക്രീൻസ് എല്ലാം സ്ക്രീനും സംഭവങ്ങളുണ്ട്. നമുക്ക് ഈ വ്യൂവിലിരുന്ന് ബ്രഷ് ചെയ്യാം. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും പല്ല് കൊടുക്കുന്നത് ട്രെയിനിൽ. ഈ ഒരു വ്യൂ കണ്ട് പല്ല് കൊടുക്കാന്ന് പറയല്ലേ. ഒന്നും പറയല്ലേട്ടാ. നമുക്കെന്നാൽ ബ്രഷ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഏതോ പണ്ടാ സ്ഥലത്ത് നിർത്തിയിട്ടല്ല രാവിലെ തന്നെ. എന്താണെന്ന് അറിയില്ല സംഭവം. നമുക്കിപ്പോൾ എന്തായാലും ബ്രഷ് ചെയ്യണം.
നമുക്ക് ബ്രഷ് ചെയ്യാം. വേറെ ഇപ്പം തോണി ഇനി ഇടുന്ന് എന്താ കണ്ടറിയാം. ഒരു ഇന്നത്തെ ദിവസം ചായ ഇല്ലാണ്ട് നിൽക്കണം. അങ്ങനെ നമ്മൾ പല്ല് തുടച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ ട്രെയിൻ വിട്ടിട്ടുണ്ട്. നമ്മളേതോ കാട്ട്പടി ജംഗ്ഷൻ എന്നെല്ലാം പറഞ്ഞ ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. സംഭവം എങ്ങനെയാണെന്ന് അറിയില്ല. കാട്ട്പടി ജംഗ്ഷൻ നല്ല പേരട്ടാ. പിന്നെ മറ്റേ ശിഖണ്ഡികളില്ലേ, ലീലാമണി ആ ടീംസ് കയറിയിട്ടുണ്ട്. കിട്ടുമോന്ന് അറിയില്ല, നോക്കാം. അവിടെ ചെങ്ങായി ഉറങ്ങുന്നുണ്ട. ഓ എൻ്റെ മച്ചാന്. ഓ ഇതാ ഗൈസ് സ്റ്റേഷൻ. നമ്മളെ കാട്ട്പടി ജംഗ്ഷൻ്റെ ലൈവ് ആയിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേര് കാട്ട്പടി ജംഗ്ഷൻ. അറിയിട്ടോ ഇങ്ങനത്തെ പേരാണ്. അത് മാത്രമല്ല നമ്മളിപ്പോൾ ലൈവ് ഇതിപ്പോൾ കുറച്ച് ശിഖണ്ഡികളുടെ കളിയുണ്ട്. ആ ഗൈസ് കുറച്ച് ശിഖണ്ഡികൾ വരുന്നുണ്ട് ഗൈസ്. അലർട്ടായിരുന്നോളാം ഗൈസ്. ശിഖണ്ഡികൾ വരുന്നുണ്ട് ഗൈസ്. തള്ളി ഇതിലിപ്പോ സൈക്കിളല്ലോ ഉണ്ടാകും. എല്ലാം ഇറങ്ങി വരുന്നുണ്ട് കുറേ. എന്തായാലും ഇങ്ങോട്ടെത്തിയത് ചോറ തന്നെയാണല്ലേ സംഭവം. നമുക്ക് നോക്കാം എന്തുണ്ടാവും. എന്തായാലും അവർ പോയിട്ടുണ്ടെന്ന് തോന്നുന്നത്. സംഭവം നല്ല കാണുന്നില്ല. അപ്പോൾ ഇന്നലെ നല്ല അവസ്ഥയിൽ നമുക്കിപ്പോൾ ഒന്നും പ്രഡിക്റ്റാൻ പറ്റില്ല. എന്തായാലും സംഭവം ഇതുവരെ ഇല്ല. ഇനി വന്നാൽ എന്തായാലും ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. നമുക്ക് വരുന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്തെല്ലാം ക്യാപ്ചറാണ്. ഇവരെ കൊണ്ട് എന്തെല്ലാം ചോറയുണ്ടാകുന്ന അറിയില്ല. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതാ ടാസ്ക്. ആകെ നാട്ടിൽ നിന്ന് കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുള്ളൂ. ഉമ്മാൻ്റെ നെയ്ച്ചോറും ചിക്കനും പൊരിച്ചും ഉണ്ടാവും. ഇനി തിന്നാൻ ബ്രെഡ് ഉണ്ട്, ന്യൂട്ടല ഉണ്ട്, പഴമുണ്ട്. അത് വെച്ചൊരു കിഡിലെ റെസിപ്പി ആയിട്ട് ഞാൻ കാണിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലൈഫാക്കാം. ട്രെയിൻ പോകുന്നതിൻ്റെ ട്രൈ ചെയ്യാം. അപ്പോൾ അതേ ട്രൈ ചെയ്യണം. ഇനി ഇത് സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫുഡ് ഐറ്റം ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ടെടുക്കാം. സോ നത്തിങ് ഈസ് ഗോണ വേസ്റ്റ്. നമുക്ക് എന്തായാലും എത്തുന്ന ഇതാണ് ഒരു സാധനം. ഇത് നാട്ടിൽ നിന്നുണ്ടെന്ന സാധനം കേട്ടോ. ഞാൻ കരിക്ക് ഇത് എല്ലാവരും നോക്കിക്കോട്ടെ. മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയി സാധനം. കരിക്കിൻ്റെ ബ്രാൻഡ്. ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് പറ. എന്തായാലും നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് വാട്ടർ കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു നാച്ചുറൽ ഹെൽത്തി കോക്കനട്ട് ഡ്രിങ്കാണ് കുടിക്കാൻ പോകുന്നത്. ഇത് കുടിച്ചിട്ട് വേണം ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ഇഡ്ഡലി മസാല ദോശ അമ്മതിരി പരിപാടിയൊന്നുമില്ല. ഹെൽത്തി കുട്ടാന്ന് പറയുന്നത് ആ സംഭവം. നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മളെ ഫുഡിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് എന്താ പറയുക, ന്യൂട്ടലുണ്ട്, വെള്ളമുണ്ട്, കരിക്കുണ്ട്, ബ്രെഡ് ഉണ്ട്, പഴമുണ്ട്. ഇത്രയും വെച്ചിട്ടൊരു സാധനം ഞാൻ ലൈഫ് ഹാക്ക് ഉണ്ടായി തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നോക്കട്ടെ എത്രത്തോളം അടിപൊളിയാണെന്ന് അറിയില്ല. അപ്പോൾ സാധനം കാണിച്ചാൽ ഉണ്ടാക്കി കാണിച്ചാൽ സംഭവം. ആദ്യം വേണ്ടത് പഴം. പിന്നെ പഴം ഏകദേശം ഒരു കോലായിട്ടുണ്ടല്ലോ. ഇതൊരു വീട്ടിൽ നിന്നിട്ട പഴമാണ്. പിന്നെ വേണ്ടത് ഫാമിലി ബ്രെഡ്. ആൻഡ് ഇത് നമുക്ക് കുടിക്കാനുള്ള ഡ്രിങ്കാണ്. ഇത് നമുക്കൊരു ഹോട്ടലിൻ്റെ രീതിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്നവർക്കാണെങ്കിൽ ഇതെടുക്കാൻ അറിയാം. അല്ലാതെ പ്ലേറ്റ് എടുക്കാൻ മുട്ടി. എനിക്ക് ഈ തലമുകളിൽ തട്ടുന്നത് ഇതാ ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ഹൈറ്റ് ഒന്നും IRTC ചെയ്തിരുന്നില്ല. അതിനും പോലെ വേറൊരു സംഭവം ഉണ്ട്, കാണിച്ചാൽ. അപ്പോൾ ഇതേപോലെ ഒരു ബ്രെഡ് എടുക്കുക. അതിനൊക്കെ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ഓക്കെ, ഇനി നമുക്ക് ആ ബ്രെഡ് ഇല്ലെന്നല്ലേ വെച്ചു കൊടുക്കാം. കാണുന്നുണ്ടോയെന്ന് അറിയാം. ആൻഡ് ദിസ് പഴം പൊട്ടിക്കുക. നല്ല പഴുത്ത നേന്ത്രപ്പഴം കേട്ടോ സംഭവം. ഈ പഴുത്ത നേന്ത്രപ്പഴം ഇങ്ങനെ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഗൈസ്. ഈ അറ്റം ഭാഗമില്ലേ അത് കളയാം. ഓക്കെ ഗൈസ്, പഴം അതിന് മുന്നേ കുറച്ച് പണിയുണ്ട്. നമ്മൾ ഏതിനായിട്ട് സ്പ്രെഡ് എടുക്കാം കേട്ടോ. അതെടുത്ത് ന്യൂട്ടല്ല പൊടിച്ച് ആവശ്യത്തിന് പൊട്ടിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് യോഗിയിൽ പൊട്ടിച്ചിട്ട് നമുക്ക് ഇന്നൊന്ന് കുറച്ച് ആദ്യം എന്താ ചെയ്യണം, കുറച്ചിങ്ങനെ എടുത്ത് ഇങ്ങനെ വായത്തുന്ന ഇങ്ങനെ തിന്നാം. ഇതേപോലെ
കുറച്ച് ഊട്ടെല്ലാം എടുക്കുക, കുറച്ചല്ല നല്ലോണം എടുക്കുക. എന്നിട്ട് നമ്മളെ ബ്രെഡിനിട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കാം. അതായത് സംഭവം ആയിട്ടില്ലേ, ലാഭാക്കരുത്, നല്ലോണം ചെയ്യണം. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കുക. സംഭവം മൂടാതെ മൂട് സംഭവം ആയിട്ടില്ല, ഇനിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്രെഡ് റെഡി. ഇനി നമുക്ക് വേണ്ടതാണ് വേർപ്പണി. നമുക്ക് ക്യാമറ പിടിച്ചു തരാൻ ആരില്ലാത്തോണ്ട് ഇങ്ങനെ മാറ്റി എടുക്കേണ്ട ഷോർട്ട് ആയിട്ടുണ്ട്. പഴം എടുത്തിട്ട് ഇതേപോലെ മുറിക്കാം, ചെറിയ പീസാക്കണേ. ഇങ്ങനെ ചെറിയ പീസല്ല, ഹയോ വീണോയി. നല്ല നേരെ പീസാക്കണം, നല്ല കടിക്കാൻ രസമുണ്ടാകാം. ഇതേപോലെ പീസാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മളെ ക്യാമറ വീണ്ടുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതിങ്ങനെ മുറിക്കുക, ചെറിയ പീസായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. വീണ്ടും മുറിക്കുക, നേരെ പീസായിട്ട് ഇതേപോലെ മുറിക്കാം. ഓക്കെ, ചെറിയ സെറ്റ് ഇതാ വീട് റെഡി ആയിട്ടുണ്ട്. സാധനം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ന്യൂട്രല്ല സ്പ്രെഡ് കൂടി ഇട്ട് കൊടുക്കാം. ഓ മൂട് സാധനം. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു ബ്രെഡ് വെച്ചെടുത്താൽ മതി. സംഭവം സീനം. ഒന്ന് സൈഡിലുള്ള ആൾക്കെല്ലാം ക്രേവിങ്സ് അടിക്കുന്നുണ്ടോ? നൈസ്. അങ്ങനെ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇത്രയോളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ സംഭവം കേട്ടാ. ഇതുകൊണ്ട് വീഡിയോ ഒന്നുണ്ട് കേട്ടോ. ചില ലൈറ്റ് കുറവാകുന്ന ഉണ്ടായിടാ. സംഭവം ഏകദേശം ഇതാണ് ന്യൂട്ടല്ല ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ബനാന ബൈറ്റ്സ്, നേന്ത്രപ്പഴം ബൈറ്റ്സ് മലയാളത്തിൽ. അപ്പോൾ ട്രെയിനിൽ പോകുന്ന യാത്രയെല്ലാം ഉണ്ട്, ഇതൊന്ന് ട്രൈ ചെയ്തോ. സംഭവം ഒന്ന് പൊളിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ ഇതുണ്ടാ വെറുതെ പുറത്തുനിന്ന് മേടിച്ച് ഇതാക്കണ്ടല്ലോ. വയറ് നിറക്കില്ലാത്ത കണ്ട നേന്ത്രപ്പഴം കണ്ട നല്ല ന്യൂട്രീഷ്യസാ, പ്രോട്ടീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിച്ച് കയറ്റിയാൽ മതി. അങ്ങ് പീസിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കുന്നുണ്ട്. ഫുൾ മെസ്സിയാ, ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് നമുക്കിത് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ കഴിക്കട്ടെ. സ്വർഗം തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. ഈ ഒരു വൈബില് ഇത് ഇങ്ങനെ കഴിക്കാം. ഇവിടെ കുറച്ചുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാം, ഇതൊരു ബൈറ്റ് എടുക്കാം. സ്വർഗം. എന്തായാലും നല്ലോണം ട്രൈ ചെയ്തേ. സാധനം നല്ലുണ്ട്. തുറന്നു പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഴിച്ചോളാം. നമ്മളിപ്പോ എന്താ പറയാ, ഏകദേശം ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിലെത്തിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എടുത്തൊരു വർത്താനൊന്നും തിരിയുന്നില്ല. നമുക്ക് കുറച്ച് മലയാളീസിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് വാങ്ങിച്ചു നോക്കാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും വേണ്ട കൈ. നമ്മളിപ്പോ എവിടെയാ ഉള്ളത്, നമുക്ക് എന്താ വെച്ചാൽ വാങ്ങാം. എന്തായാലും നമ്മള് ട്രെയിനിന്റെ അവസ്ഥ എന്തായാലും നമ്മൾ കുറെ നേരമായി എടുക്കുന്നത്. ഇപ്പം റൈറ്റ് നൗ ആന്ധ്രാപ്രദേശിൽ ഏകദേശം ഒരു സ്റ്റേറ്റിൽ അടുത്തായിട്ടുള്ള. ഇനിയും പോകാനുണ്ട്, കഴിഞ്ഞിട്ടൊന്നുമില്ല. ബൈ ടെസ്റ്റ്. അപ്പോൾ ഇന്ന് രാത്രി ട്രെയിൻ എത്തും, അതുവരെ വെയിറ്റ് ചെയ്യണം. എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ സമയങ്ങളെ അതാ മെയിൻ ടാസ്ക്. ഉച്ചക്കത്തെ ഓർഡറിങ് ഫുഡ് ഈ ട്രെയിനിൽ ഇന്നെ കൊണ്ട് ശല്യമുള്ള പോലെ എൻ്റെ പൊന്നെ ഈ തീരൂല. അമ്മാതിരി ടീംസാ. നമ്മളെ കുറച്ച് മലയാളികളെ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്നാലും അങ്ങനെ TTR വിട്ടിട്ടുണ്ട് കേട്ടോ. സംഭവം അറിയില്ല. നമ്മൾ നേരെ TTR വെച്ച് വിളിച്ചിട്ടുള്ള കാര്യം അങ്ങനെ എന്താ സംഭവം തിരിയുന്നില്ല. സംഭവം അപ്പുറത്തെല്ലാം വെട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല പൂരത്തെറി, ആന്ധ്രാപ്രദേശിലെ തെറിയാൻ തോന്നുന്നു. എന്താണെന്നറിയില്ല, നല്ല രീതിക്ക് വെട്ടും തെറിയെല്ലാം കേൾക്കുന്നുണ്ട്. സാധനം എന്താ സംഭവം എന്നറിയില്ല. കോളിൻ്റെ ചെറിയെല്ലാം വിളിക്കുന്നുണ്ട് അപ്പുറത്തോട്ടാ. ആന്ധ്രാപ്രദേശ് തെറിയെന്ന് തോന്നുന്നു. എന്താന്നല്ല സംഭവം. നല്ല ചെയിൻ വലിച്ചതിൻ്റെ എഫക്റ്റാണ് ഇപ്പം കാണുന്നത്. ഏത് സമയം ട്രെയിൻ വിട്ടോട്ടാ. ഏതോ തെണ്ടി ചെയിന് ഉള്ളിൽ ധരിച്ചിട്ടുള്ള. वो स्विगी है ना, स्विगी कस्टमर है, स्विगी डिलीवरी पार्टनर है ना, वो चेन पुल कर दिया. ഏതോ തേണ്ടി ഏതോ ട്രെയിന് ചെയിന് ഫുള്ളാക്കി വെച്ചിട്ട് നടുക്ക് വെച്ച് നിർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൂക്കേടാന്ന് പറഞ്ഞത്. അതാ ട്രെയിന് പതുക്കെ വെച്ച് നിർത്തി, എന്താണെന്നറിയില്ല. അല്ലാതെ അതാ ട്രെയിൻ വിട്ടതാണ് സംഭവം. ട്രെയിൻ വിട്ടു, പക്ഷെ പറഞ്ഞ കാര്യമില്ല. ആ നായി ധരിച്ച് വെച്ച് അങ്ങനെ ചെയിൻ വിരിച്ച് ട്രെയിൻ ഓടിക്കാം. ആന്ധ്രാപ്രദേശിലെ ഏതോ ജില്ല കേട്ടോ ഇത്.
നല്ല വൃത്തിയെല്ലാം ഉണ്ടോയെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ അടിപൊളിയായിട്ട് നല്ല വ്യൂ എല്ലാം ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട് സംഭവം. ഇത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലെ ആരെ ചെയിൻ വലിച്ചൊന്നും കാണുന്നില്ല ഗൈസ് സംഭവം. അപ്പോൾ ഇതാണ് അവസ്ഥ, ട്രെയിൻ വലിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ രാന്തന്മാർ ഓടി വന്നിട്ടാണ്. അപ്പുറത്തോട്ടൊരു ട്രെയിൻ പോകുന്നെല്ലാം കാണാൻ പറ്റാ സംഭവം. വലിയ സ്റ്റേഷനാട്ടോ ആന്ധ്രാപ്രദേശ്. നമ്മൾ ആന്ധ്രാപ്രദേശിലെ റൈറ്റിനുള്ള ആന്ധ്രാപ്രദേശിൻ്റെ ബ്യൂട്ടി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, പക്ഷേ നമ്മളുടെ ഡെസ്റ്റിനേഷൻ വേറെയാണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ അവിടെ തന്നെ എത്തണം നമ്മൾ. ഓക്കെ ഗൈസ് അങ്ങനെ ട്രെയിൻ വിട്ടിട്ടുണ്ട്. എന്താണെന്നറിയില്ല, കുറച്ച് നേരത്തിന് ശേഷം നമ്മളെ ട്രെയിൻ ഏകദേശം വിട്ടിട്ടുണ്ട്. സംഭവം വിടുന്നുണ്ടാ അവസാനം ടി വിളിച്ച് പറഞ്ഞ് വിടുന്നുണ്ട്. എന്തിൻ്റെ സൂക്കേടാ അതല്ലോ ചെയിൻ വിളിക്കുന്ന. ഇപ്പോൾ ഒന്ന് ഡെലിവറി ചെക്കനെ ഓടിയെന്നോ സ്വിഗ്ഗിൻ്റെ ടീം കൊടുക്കാൻ ലേറ്റ് ആയിട്ട് അപ്പോൾ കുറേ പാർസൽ എടുത്തിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇറങ്ങി കൊടുക്കുമ്പോൾ വിളിച്ച് അവസാനം വിട്ടിട്ടുണ്ട് കേട്ടോ. സംഭവം വിട്ടിട്ടുണ്ട്. നമ്മളെ ഇന്ത്യൻ റെയിൽവേൻ്റെ അവസ്ഥ കേട്ടതാ, ലോക്കാക്കിയിട്ടുണ്ട്. ഇതാണ് AC, തേർഡ് AC ഇരിക്കുന്നേ. എന്നാ അതിൻ്റെ ഒരു സെറ്റപ്പ് പോലും ഇല്ല കേട്ടാ. ഓ അവൻ തീട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇടാ. എന്തിൻ്റെ ഉണ്ടാക്കാനാടാ ഇത് നിൽക്കുന്ന സമ്മതിക്കണം. ഗൈസ് ആ വ്യൂ വേണ്ട മൊത്തം ഏതാ സംഭവം നോക്കിയാൽ ഫുള്ളും നമ്മൾ വേറെ ലെവൽ. നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ ഫുൾ തെങ്ങും മര കാണും ഈ സമയം കൊണ്ട്. പക്ഷേ ഇവിടെ ഫുൾ മലയോള പ്രദേശം. ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശത്തിന് ആന്ധ്രാപ്രദേശ് ബോർഡർ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഉച്ചക്ക് നോക്കുമ്പോൾ ആന്ധ്രാപ്രദേശ് ഉണ്ടായത്. കറൻലി ഇനി മാറിയിട്ടൊന്നും എനിക്കറിയില്ല. മാറിയിട്ടുണ്ടാവും, ബോർഡർ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വൈകുന്നേരമായി, ഇനി രാത്രി കൂടി ആയാലും നമ്മുടെ സ്റ്റേഷൻ ఇది నా పని నేను సౌండ్ కూడా അങ്ങനെ നമ്മൾ ഫൈനലി വെൽക്കം ടു ഹൈദരാബാദ് എത്തിയിരിക്കുന്നു ഗായ്സ്. ട്രെയിനുണ്ടോ? അപ്പോൾ നമ്മൾ നേരെ സ്റ്റെപ്പിലേക്ക് കയറിയിട്ട് പോവാം. നമുക്ക് നേരെ പ്ലാറ്റ്ഫോം നമ്പർ പിടിക്കണം, അതാ മെയിൻ പരിപാടി. നല്ല തിരക്കുണ്ട് കേട്ടാ, ഇതുവരെ കണ്ട റെയിൽവേ സ്റ്റേഷനിൽ പോലെയല്ല. മെയിനായിട്ട് കയറണം, നമുക്ക് കയറി പോവാം. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് ലൈവ് ലൊക്കേഷനിൽ അയക്കണം. ഓക്കെ ഫൈൻ ശരി. ഞാൻ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ എക്സിറ്റ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ എക്സിറ്റ് എടുക്കുന്നുണ്ട്. വരുന്നുണ്ട്. ഇതാ നമ്മളെ കച്ചുകൂട് ഹൈദരാബാദ് സ്റ്റേഷനാട്ടാ. അങ്ങനെ അവസാനം നമ്മൾ തെലങ്കാന സ്റ്റേറ്റിലെ ഹൈദരാബാദിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് സുന്ദരികളൊക്കെ കാണുന്നുണ്ടല്ലോ. ഹൈദരാബാദ് സ്റ്റേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ആളുണ്ട് കേട്ടോ. 12 മണിയാണ് സമയം. 12 മണിയാണ് നമ്മളെ നാട്ടിൽ എന്തിരിക്കല്ലോ അവസ്ഥ. ദേശായി ഇതിന് ഓരോ തെമ്മാടികൾ ഇരുന്നുണ്ട്. ടാക്സി ഇംഗ്ലീഷ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ചങ്ങായി ഉണ്ട് ഇടാ. നമ്മളെ ചങ്ങായിനെ കാണാൻ നമ്മൾ പോകുന്നു. നമ്മളെ ചങ്ങായി ഇട്ടുണ്ടാവും. നമുക്ക് ഒന്നോടും പഠിക്കണ്ട. ഒരു എക്സിറ്റ് കാണുന്നുണ്ട്. എന്നാലും മലയാളീസ് ആരും ഇല്ലാത്തതുകൊണ്ട് പഠിക്കണ്ട. എക്സിറ്റ് എന്നാ പറയുന്നത്. ഗൈസ് അങ്ങനെ ഇതാ നമ്മളെ കച്ചുകുട റെയിൽവേ സ്റ്റേഷൻ. സോ ഗൈസ്
തിരക്കുണ്ടാ 12 മണി കേട്ടോ. നാട്ടിൽ ഈ സമയത്ത് പോലെ ഇത്രയും ആൾക്കാരുണ്ടാവില്ല. സോ ഫൈനലി നമ്മൾ കച്ചുകുട റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ കണ്ടില്ലേ, ഇനി ഓനെ വെയിറ്റ് ചെയ്യണം. ഓനെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. കാരണം ഈ നാട്ടുകാർ മൊത്തം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ എന്തിനാണെന്നൊക്കെ അറിയില്ല. കണ്ട വീണ്ടും നോക്കി എന്തിനാ ഇനി ഇവർക്ക് ഭാഷ മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല. മലയാളീസ് ഉണ്ടെങ്കിൽ നല്ല കോമഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ സംഭവം നോക്കാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പരിപാടി നോക്കാം. നാട്ടുകാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കണ്ടേ. പിന്നെ മലയാളീസ് അല്ലാത്തതുകൊണ്ട് ഒരു പേടിയും മേടിക്കണ്ടല്ലോ. സംഭവം ഇപ്പോൾ കച്ചുകൂടെ എത്തിയിട്ടുണ്ട്. കാരണം നമ്മളെ ഹൈദരാബാദ് തെലുങ്കാന സ്റ്റേറ്റ് സംഭവമാണ്. നമ്മളെ ചങ്ങായിടുണ്ട് വൺസ് അഗെയിൻ. മച്ചാനെ ഇതാ മാസ്കെല്ലാം ഇട്ടിട്ട് വീഡിയോയില് മാസ്ക് ഒന്ന് കാണില്ല. മുഖം കാണിച്ചു കൊടുക്കേ. ആൽഫിൻ കോളേജ് ഫ്രണ്ട് ക്ലാസ്മേറ്റ് എന്നറിയോ? അങ്ങനെ ഓ അങ്ങനൊന്നുമില്ലപ്പാ. നമ്മള് മൂന്നാളെ പോന്നേ നാട്ടിലേക്ക് പോവാ. ഓ അങ്ങനെ പോവാ. നീയാ നീ പണ്ടേ അങ്ങനെയാണല്ലോ. പിന്നെ കുറെ ആടുന്ന് നാട്ടിൽ നിന്നുണ്ടായിരുന്നല്ലേ. അപ്പൊ പോവാണ്. നമ്മൾ ഹൈദരാബാദ് ഇറങ്ങിയിട്ടുണ്ട് മച്ചാനെ. നമ്മളിനി നല്ല വിശപ്പുണ്ട്, വയറ് നിറച്ച് ഫുഡ് കഴിക്കണം. അപ്പോൾ എൻ്റെ നാട്ടിലാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് 13 ഫുഡ് അടിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇത് വീടാന്നിട്ട് എന്ത് കഴിക്കണം ഏത് കഴിക്കണം എന്ന് അറിയാത്തതുകൊണ്ട് ഇവരെ കൂട്ടിയിട്ട് ഇവരെവിടെയെങ്കിലും കൊണ്ടുപോയി വയറ് നിറച്ച് കഴിക്കണം. അത്രയ്ക്ക് വിശപ്പുണ്ട്. ട്രെയിന് പിടിച്ചിരുന്നതാ മോനെ. ഹൈദരാബാദ് സിറ്റി. ഞാൻ മാപ്പ് നോക്കണല്ലേ. അപ്പോൾ മാപ്പ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കണം ഇവിടെ ഡയറക്ഷൻ. നേരെ കേട്ടോ നേരാ. ഇവിടെ പിന്നെ നമ്മളെ നാട്ടിലെ പോലെ 2 ഹെൽമെറ്റ് തന്നല്ല. ഒരു മാങ്ങാത്തോലി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. അതാണല്ലോ ഹൈദരാബാദ് സിറ്റി. ഹൈദരാബാദ് മെയിൻ എന്ന് പറയാൻ തന്നെ ഓൾഡ് സിറ്റി ഉണ്ട്, പിന്നെ ഹൈടെക് സിറ്റി, ലൈക്ക് IT ഹബ്ബ്, പ്ലസ് വേറെ കുറെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ ബേസിക്കലി ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഔട്ട്സ്കേർട്ടിലേക്ക് എത്തി. അവിടെ എന്റെ യൂണിവേഴ്സിറ്റി ഉള്ളത്, ഞാൻ അവിടുത്തെ സ്റ്റുഡന്റ് ആണല്ലോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അധികം പരിചയമില്ല. ഇവിടുന്ന് കുറേണ്ടല്ലേ യൂണിവേഴ്സിറ്റിയിലേക്ക്? ഇവിടുന്ന് കുറച്ചുണ്ട്. നീ വഴി പറഞ്ഞോ, നമ്മൾ തെറ്റിയോന്നൊരു നേരെ പറഞ്ഞോ. നമ്മളിപ്പോ പോണത് ഷാഗോസ് റെസ്റ്റോറന്റിലാണ്. അതിവിടെ കുറെ ലൈക്ക് അത്യാവശ്യം ബ്രാഞ്ചസ് ഉള്ള ഒരു ഹോട്ടലാണ്. എനിക്ക് പേഴ്സണലി വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ്. എല്ലാവരുടെയും ടേസ്റ്റ് ബഡ്സ് ഒരേപോലെ അല്ല. ഹൈദരാബാദി ഫുഡ് നമ്മൾ അഭിജിത്ത് പറയുന്ന പോലെ നമുക്ക് കേൾക്കാം. ഓൻ്റെ ഇഷ്ടപ്പെട്ട റോളും കിട്ടുന്ന സംഭവമാണ്. നമുക്ക് നോക്കി നോക്കാം, പോയി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഓൻ്റെ ടേസ്റ്റ് ബഡ് ആണ്, എൻ്റെ ടേസ്റ്റ് ബഡ്സ് ആണെന്നൊന്നുമില്ല. എന്തായാലും വിശപ്പുണ്ടാകുമ്പോൾ എന്ത് ടേസ്റ്റ്. ലെഫ്റ്റ് ഡ്രൈവിംഗ് ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ലതാ. അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം തോന്നിയ പോലെ വരുന്നത്. ഏതോ റോഡോന്റെ അപ്പൻ്റെ ആകാനുള്ള വിചാരത്തില് എല്ലാം അങ്ങി ഇങ്ങോട്ടെല്ലാം കേറി കളിക്കും. എന്നെ പോലെ കാണണം സംഭവല്ലടാ. ഓരോന്നിന് പോക്ക് കാണണം. നോ പറക്കുന്നു. ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലാണ്ടാ പറക്കുന്നു. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നില്ലേ ഒരു ഫ്ലൈ ഓവർ ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ. ഞാൻ നേരെ തിരിച്ചു കാണിച്ചരാം. ഇതാണ് അടുത്ത ഏറ്റവും വലിയ ഫ്ലൈ ഓവർ. ഇത് തീരില്ലാതാവും പറയുന്നത്. തീരണ്ടതാ കുറെ കിടക്കുന്നുണ്ട്. പറയുന്ന കേൾക്കുന്നുണ്ടാവും അറിയില്ല. നാട്ടിൽ 12 മണിക്ക് ഉരുട്ടന് ഇറങ്ങൂല. ഈ സമയത്ത് ഉറങ്ങുന്ന ടൈം ഇടിയാതെ അല്ലാണ്ട് ഇടിച്ചടക്കാം. ഇതല്ല അവസ്ഥ. ഒരു ഷവർമ കഴിക്കാൻ വേണ്ടി അവസാനം എത്തിയ സ്പോട്ടാട്ടെ. ഷവർമയിലെ തിരക്കുണ്ടാ മോനെ. ജാതി ആൾക്കാർ വയ്ക്കടാ, ഒന്നും പറയല്ല. ഷവർമയ്ക്ക് ഇത്രയും ആൾക്കാരടാ. നാട്ടിൽ ഇത്രയും ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ ഇവിടുത്തെ ഷവർമ സ്പോട്ട് കേട്ടോ. സംഭവം ഇവിടുത്തെ മലയാളികളുണ്ടാടാ. ഉണ്ട് തോന്നല്ലേ. 2-3 ആൾക്കാരെന്നെ നോക്കുന്ന പോലെ. മലയാളി എന്താ വല്ലതുണ്ടാ. വിശക്കുന്നു വേണ്ട. നമ്മളെ ഷവർമ 160 റുപ്യൻ്റെ റോളാട്ടാ കാണുന്നത്. മുതലാവും തോന്നുന്നു സംഭവം. നല്ല ആളും ഉണ്ട് കേട്ടോ. സാധനം വിചാരിക്കുന്ന പോലെ അല്ലേ. ഈ 12 മണി 1 മണി എൻ്റെ ആയി ടൈം. ഈ സമയത്തും ഇതെല്ലാം കഴിക്കാൻ ആൾ വരുന്നില്ലേ. 12.5 10 റുപ്യ ഒന്നുമില്ല. 12.5 12.5 സമയത്ത് ഷവർമയ്ക്കുള്ള തിരക്കുണ്ടാവും. ബെഷ്ക്കുന്നു അടിച്ച് കയറ്റണം മോനെ. ഷവർമ സൊമാറ്റോ സ്വിഗ്ഗിന്നില്ല. എടുത്തു ഒന്നും കാണുന്നില്ല.
ആ എന്നാൽ ഇത്തിരി തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ സംഭവം. നല്ല തിരക്കുണ്ടടാ. സെക്കൻഡ് ഫ്ലോറിൽ ഫുള്ള് ഡൈനിങ്. ഷാഗോസ് തന്നെ ഇപ്പോൾ ഒരു വലിയ ബ്രാൻഡായി, ഫുഡിന്റെ ബ്രാൻഡ്. പിന്നെ ഓണർ ആരാണ്? ഞാൻ ഇവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്ത് റീസെന്റ് ട്രൈ ചെയ്ത് ഫസ്റ്റ് ടൈം കുറെ ട്രൈ ചെയ്തു. റോൾ എടുത്തു വാക്കിലുള്ളൂ. ഇഷ്ടം പോലെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഓർഡർ ചെയ്തു. ഇത് കണ്ടാൽ തന്നെ ബിസിനസ് ആക്കാനാണല്ലോ. ഹൈദരാബാദിൽ എന്നിട്ട് മെസ്സ് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സാധനം ഇത് ഷാഗോ ഷവർമ അങ്ങനെയല്ല പറഞ്ഞ സ്പെഷ്യല്. മബൂറൊക്കെ മോനെ മാഷല്ലാ അടിപൊളി. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഷവർമ അയച്ചതിന് ശേഷം പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ നേരെ ബാക്കിയൊന്നും കാണാത്തതുകൊണ്ട് എടുത്തിട്ടുമില്ല. അവിടെ നേരെ വണ്ടി എടുത്ത് നല്ല ഉറക്കമുള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഹൈദരാബാദ് നല്ല ഷവർമ അയച്ച് നല്ല രീതിക്ക് തുടങ്ങാം. അപ്പോൾ ഇനി ബാക്കി നമുക്കിനി നാളെ കാണാം. ഇനി കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹൈദരാബാദിൻ്റെ ബാക്കി വിശേഷം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോയുടെ തീരുന്നൊന്നുമില്ല, പാർട്ട് 2 ഇറങ്ങുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരുന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും കാണാൻ കഴിയേ. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോ, ലൈക്കും ചെയ്ത് വെച്ചോ, ഇഷ്ടപ്പെട്ടിട്ടൊന്ന് കമൻറ്റും ചെയ്തേ, ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും എന്നാൽ ശരി എന്നാൽ. അപ്പോൾ ശരി, ബൈ.